മറ്റു ഭാഷകളിലെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ നമ്മളെ പിടിച്ചിരുത്തുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ അടുത്തൊരു ബ്രഹ്മാണ്ഡ ചിത്രം വരുമ്പോൾ കാത്തിരിപ്പ് വാക്കുകളിൽ ഒതുക്കാൻ പറ്റില്ല. കൽക്കി 2989 AD ഇനി പ്രേക്ഷകരിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി. പ്രതീക്ഷിക്കാനുള്ള കാരണങ്ങൾ ഒരുപാടാണ്. അതിൽ ഒന്ന് ഇതിലെ ആക്ടേഴ്സ്. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമലഹാസൻ, മലയാളത്തിൽ നിന്നും ശോഭന, അന്നാബൻ തുടങ്ങി നിരവധി താരങ്ങളും, സന്തോഷ് നാരായണൻ മ്യൂസിക്കും, മഹാനടി പോലെയുള്ള സിനിമ സംവിധാനം ചെയ്ത നാഗശ്വിൻ സംവിധാനം ചെയ്ത അടുത്തൊരു ചിത്രവും. അങ്ങനെ പ്രതീക്ഷിക്കാൻ കാരണങ്ങൾ ഒരുപാടാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും കൽക്കി എന്താണെന്നും കൽക്കി പറയുന്ന കഥ എന്താണെന്നും എത്ര പേർക്കറിയാം? 3 ലോകങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ് കൽക്കി 2989 AD. കാശി കോംപ്ലക്സ് ശമ്പാള. ജീവിതമാർഗമില്ലാതെ കൃഷിയും കച്ചവടവുമായി ഗംഗാനദിയുടെ തീരത്തേക്ക് എത്തുന്ന കാശിയിലെ ഒരു കൂട്ടം മനുഷ്യർ. എന്നാൽ ഇവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഗംഗാനദിയിലെ വെള്ളം വറ്റുകയും ജീവിതമാർഗമില്ലാതെ ഇവർ പരസ്പരം ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു. ഈ സമയം ഇവർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ആകാശം തൊട്ടു നിൽക്കുന്ന ഇൻവേർട്ടഡ് പിരമിഡ് രൂപത്തിൽ ഒരു കോംപ്ലക്സ് പ്രത്യക്ഷപ്പെടുന്നു. വെള്ളവും ഭക്ഷണവും കൊണ്ട് സമൃദ്ധമായ കോംപ്ലക്സ് ജനങ്ങളെ ആകർഷിക്കുകയും കോംപ്ലക്സിലെ ആളുകൾക്ക് വേണ്ടി ജനങ്ങൾ അടിമകളാവുകയും ചെയ്യുന്നു. 1-ാം ലോകമായ കാശിക്കും 2-ാം ലോകമായ കോംപ്ലക്സിനും ശേഷമാണ് 3-ാം ലോകമായ ശമ്പാളയെ പറ്റി പരാമർശിക്കുന്നത്. കോംപ്ലക്സിലെ ആളുകൾക്ക് അടിമപ്പെട്ടു പോയ കാശി ലോകത്തെ ജനങ്ങളെ രക്ഷിക്കാനായി ശമ്പാള ലോകത്തിൽ നിന്നും കൽക്കി വരും എന്ന പ്രതീക്ഷയിലാണ് ഇവർ. അമാനുഷിക ശക്തിയുള്ളവരാണ് ശമ്പാള ലോകത്തെ ആളുകൾ. ടിബറ്റൻ സംസ്കാരത്തിലെ ശാങ്ഗ്രില എന്ന സങ്കല്പത്തിന് സമാനമായ ലോകമാണ് ശമ്പാള. ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്കുള്ള മനുഷ്യരുടെ ശ്രമം, ഇവരുടെ കടന്നുകയറ്റം, ഇതിനായുള്ള ഇവരുടെ ശ്രമങ്ങൾ, ഇതാണ് കൽക്കി എന്ന സിനിമ പറയുന്നത്. രാമായണം, മഹാഭാരതം തുടങ്ങിയ പുരാണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് രീതിയിലുള്ള ഒരു സയൻസ് ഫിക്ഷൻ ആണ് കൽക്കി എന്ന സിനിമ. ഇനി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കാം കൽക്കിയുടെ വരവിനായി.